ഗൈസ്, വെൽക്കം ടു അഫ്സീസ് വേൾഡ്. അഫ്സീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വലിയ വോൾട്ടേജ് ഒന്നുമില്ല, ഉള്ള സ്റ്റാമിന വെച്ച് പറഞ്ഞാണ് കേട്ടോ. എന്നുവെച്ചാൽ പനിയാണ്. നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ടപോലെ മൂന്നാൾക്കും ഒരു പനി പീരീഡാണിത്. എന്നുവെച്ചാൽ ഞങ്ങളന്ന് പുറത്ത് പോയില്ലേ, ബീച്ചിലൊക്കെ പോയില്ലേ, അന്ന് എനിക്ക് ചെറിയൊരു തൊണ്ടവേദനയും പനിയൊക്കെ സ്റ്റാർട്ടായി. പക്ഷെ അത് പെട്ടെന്ന് ഓക്കെ ആയിട്ടോ. പിറ്റേ ദിവസം രണ്ടാളും സ്കൂൾ വിട്ട് വന്നപ്പോൾ എനിക്ക് മൂക്കിൽ ചെറിയ ചൂട് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത്ര കാര്യമാക്കില്ല, പനി ആയിരിക്കും എന്നുള്ളതിൻ്റെ മൈൻഡിലേക്ക് പോയതേ ഇല്ല. പിന്നെ കുറച്ച് സമയം കൊണ്ട് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടേ ഉണ്ടാവുള്ളൂ. പിന്നെ റെഡി 1 2 3 എന്ന് പറഞ്ഞ പോലെ രണ്ടാൾക്കും ഒരേപോലെ നല്ല പനി സ്റ്റാർട്ടായി. അന്ന് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. ദിനുവിന് അന്ന് രാത്രി നല്ല പനി ഉണ്ടായിരുന്നത്. എന്താ പറയുക, എനിക്ക് തലവേദന എടുക്കുന്ന, സത്യം പറഞ്ഞാൽ ദിനു ഇങ്ങനെ വേദന ഉണ്ട്, തലവേദന ഉണ്ടെന്നൊക്കെ ഫസ്റ്റിൽ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മനുവിന് വന്നപ്പോൾ ചെറിയൊരു ചൂട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ദിനു ഇങ്ങനെ ചുമ്മാ പറയാമെന്ന് വിചാരിച്ചു. പക്ഷെ രാത്രി ആയപ്പോൾ ദിനുവിന് നല്ല ചൂട്, ബാക്ക് പെയിൻ ആണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് ബാമ് പുരട്ടി തരുമെന്ന്. ഇവിടെ ആണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബാമാണ്. അപ്പോൾ എനിക്കിങ്ങനെ പുരട്ടി കൊടുക്കാൻ പേടിയാവും, സ്കിന്നെങ്ങാനും പൊള്ളി പോയാലോ എന്നുള്ള പേടിയുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ എനിക്കിങ്ങനെ തീരെ ഉറക്കമൊന്നും കിട്ടുന്നില്ല, അങ്ങനെ ടെൻഷൻ, അങ്ങനെ ഒറ്റ കാണല്ലോ. അപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ഞാൻ നേരെ വിളിക്കുന്ന വരെ ദിനുവിന് ബാക്ക് പെയിൻ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും. അതിനിടയ്ക്ക് കുറച്ച് സമയം ഉറങ്ങും, പിന്നെ എനിക്കും വെള്ളം വേണമെന്ന് പറയും. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ. പിന്നെ നേരം വെളുത്ത് കഴിഞ്ഞപ്പം അടുത്ത പ്രശ്നം സ്റ്റാർട്ടായി, ലൂസ് മോഷൻ. രണ്ടാൾക്കും ലൂസ് മോഷൻ സ്റ്റാർട്ടായി. പിന്നെ അത് കഴിഞ്ഞ് ഇതിനിടയ്ക്ക് മെഡിസിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ ഉള്ള മെഡിസിനൊക്കെ ഓക്കെ ആവുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ രാവിലെ, ഇന്നിപ്പോൾ പനീൻ്റെ 3ാമത്തെ ഡേ ആണ് അല്ലേ ദിനോ? ഇന്ന് രാവിലെ എണീറ്റപ്പോൾ അടുത്ത സീൻ സ്റ്റാർട്ടായി. എന്തെങ്കിലും ദിനോ അടുത്ത സീൻ? ഛർദി. അതന്നെ, ഛർദി സ്റ്റാർട്ടായി. എന്താ പറയുക, ദിനു കുറച്ച് വെള്ളം ചോദിച്ച് വെള്ളം കുടിച്ച് അത് ഫുള്ള് വോമിറ്റ് ചെയ്ത് പോയി. പിന്നെ അത് കഴിഞ്ഞ് ചായ ഉണ്ടാക്കി കൊടുത്ത് മനു ഛർദിച്ചു. അതോട് കൂടി എൻ്റെ നെഞ്ചിൽ തീ ഒന്ന് ആളിക്കത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി വെച്ചുകൊണ്ടിരിക്കുന്നില്ല, ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പം ഞാൻ കുളിച്ച് ഫ്രഷായി റെഡി ആയില്ല, ഡ്രസ്സ് മാറണം. ഇനി പുറത്ത് മഴയുണ്ട്, ചിലപ്പോൾ അതിൻ്റെ സൗണ്ട് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇവിടെ ഒരാൾ കിടക്കുന്നുണ്ട് എൻ്റെ മടിയിൽ. പിന്നെ ഇതാ അടുത്ത ആളും ഇവിടെ തന്നെ ഉണ്ട്. എനിക്ക് പനിയായ സമയത്ത് ഇവർ നല്ല ഹെൽപ്പ് ചെയ്യുന്നു കേട്ടോ. എനിക്ക് എന്താ പറയുക, എന്നെ നല്ലോണം നോക്കും. എനിക്ക് എത്ര വയ്യാണ്ടായാലും എന്നെ നല്ലോണം കെയർ ചെയ്യാറുണ്ട്. അതിൻ്റെ വലിയൊരു ഭാഗ്യമായിട്ടാട്ടോ ഞാൻ കാണുന്നത്. പിന്നെന്താ, എനിക്ക് ഈ അലക്സ പോലെ തന്നെ, എടാ വെള്ളം എടുത്താടാ, എടാ അതെടുത്താടാ, ഇതെടുത്താടാ, എനിക്ക് ഹെഡൊന്ന് മസാജ് ചെയ്തിടാ, അങ്ങനെയൊക്കെ പറയുമ്പോൾ കേൾക്കും കേട്ടോ. നല്ല ബട്ടർഫ്ലൈസ് ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട്. അപ്പോൾ ഇന്നെന്താടാ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഞാൻ പറഞ്ഞു കൊടുക്കുക? ലൈറ്റ് ഇതിനോ ലൈറ്റൊന്നും ഇട്ടാലേ കാണുള്ളൂ. ദിനോ മനോ ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റിനൊന്ന് ഉറക്കെ പറഞ്ഞു കൊടുക്ക്. കഞ്ഞി. ദിനോന് ഇഷ്ടമല്ലേ കഞ്ഞി? ദിനോൻ്റെ ഫേവറേറ്റ് സംഭവമാണ് കഞ്ഞി. വെറുതെ പറയാട്ടോ, ഇഷ്ടമല്ല. ദിനു കഴിക്കില്ല, പക്ഷെ കഴിച്ചേ മതിയാവും. നമ്മൾ പനിയൊക്കെ വരുമ്പോൾ പിന്നെ കഞ്ഞി അല്ലാണ്ട് വേറെന്താ കഴിക്കുക? ഇത്രയും ക്ഷീണിച്ച് കിടക്കല്ലേ, അപ്പോൾ കഞ്ഞി എന്തായാലും കുടിക്കണം. ഇനി എന്തായാലും ദിനവും മനും പോയിട്ട് കുളിച്ച് റെഡി ആയിട്ട് വരിക. ഓക്കെ, നീ റെഡി ആയിക്കോ, ഞാൻ ഡ്രസ്സ് എടുത്തരാം കേട്ടോ. രണ്ടാളും കുളിച്ച് ഫ്രഷ് ആകട്ടെ. എന്നിട്ട് ഞാനും ഡ്രസ്സൊക്കെ മാറിയിട്ട് ഡോക്ടറെ അടുത്ത് പോവാം. അതിന് മുന്നേ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിക്കണം. രണ്ടാൾക്കും ഇഷ്ടമല്ല, കുറച്ച് കഷ്ടപ്പെടും ഞാൻ അതൊന്ന് കുടിപ്പിക്കണമെങ്കിൽ. എന്നാലും കുഴപ്പമില്ല, അതെങ്കിലും ഒന്ന് കുടിച്ച് കിട്ടിയാൽ മതി. കാരണം 2 ദിവസമായിട്ട് കറക്റ്റായിട്ട് ഫുഡൊന്നുമില്ല. കഞ്ഞി കുടിപ്പിച്ചിട്ട് പോകണം. കഞ്ഞി കുറേ സമയമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട്. ഓക്കെ, കട്ടിക്കാൻ നോക്കുക. ചേട്ടന്മാർ കുടിക്കുമ്പോൾ തോന്നുന്നൊന്നുമല്ല, എന്നാലും ഞാൻ നിർബന്ധിക്കാം കുടിച്ച് കിട്ടുക എന്നുള്ളതിൻ്റെ ആവശ്യമാണല്ലോ. ഇപ്പോൾ എന്തെങ്കിലും ചെയ്ത് അച്ചാറൊക്കെ ഉണ്ട്, അതൊക്കെ സോപ്പിട്ട് കൂട്ടിക്കാം. കുളിച്ച് വരട്ടെ, അപ്പോഴേക്ക് കൊടുക്കാം. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മനു വാ, എണ്ണ ഇട്ട് കൊടുക്കട്ടെ മനുവിന്. മനുവിന് എണ്ണ ഇട്ട് കൊടുക്കുക. കാച്ചെണ്ണയാണ് കളക്ക് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഈ കോമ്പുള്ള വെച്ചിട്ട് കൊടുക്കുമ്പോണ്ടല്ലോ ഇതിൻ്റെ തലയിലേക്ക് നല്ലതല്ലേ നന്നായിട്ട് ഇറങ്ങിപ്പോൾ. ഒരുപാട് എണ്ണൊന്നും ഇടുന്നില്ല, ജസ്റ്റ് നിട്ടിട്ട് ഞങ്ങൾ മസാജ് ചെയ്തിട്ട്
ഒന്ന് എണ്ണയിട്ട് കുളിച്ചാലൊക്കെ തന്നെ പകുതി ക്ഷീണം മാറിക്കോളും. അതുകൊണ്ട് ഞങ്ങൾ നിർബന്ധം ചെയ്യുന്നു. പുറത്ത് നല്ല മഴയുണ്ട്, എന്നാലും കുഴപ്പമില്ലല്ലേ മനു? കുളിക്കല്ലേ? എന്നാലും കുറച്ച് ഉഷാറാവില്ലേ? ഇല്ലേ? ആ എന്നാ പോയി കുളിച്ചിട്ടോ. ഇവിടെ വാ. മനുവിനെ കുളിക്കാൻ കണ്ടപ്പോഴേ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ വെക്കുക. ആശാനോട് കുളിക്കുന്ന പറയുന്നില്ലല്ലോ, ദിനോ കുളിക്കി എന്ന് പറയുന്നില്ലല്ലോ. അപ്പോൾ ഒന്ന് വിചാരിച്ച് കുളിക്കേണ്ടി വരില്ല. മനുക്ക് കുളിച്ചിട്ട് വരും. ചേട്ടനും കൂടെ വേഗം കുളിച്ചിട്ട് വാട്ടോ. ഓക്കെ? ആ ചെല്ലോ ചെല്ലോ ചെല്ലോ. എടാ വാ, അച്ചാറെടുത്ത് വെക്ക്. അപ്പോൾ കഞ്ഞിയും അച്ചാറും റെഡി. ഇനി ഇത് കുടിക്കാനുള്ള ആൾ റെഡിയാണോ? എവിടെ ഇരിക്കി, കഞ്ഞി കുടിക്കും. ഇത് ഫുള്ള് കുടിക്കണം. ഉപ്പിടണം. ഉപ്പിൻ്റെ ഒരു സീനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ദിനു വെള്ളം കുടിക്കുമ്പോൾ വരെ എന്നോട് പറയും കേട്ടോ, ഉമ്മ ഉപ്പിടാത്ത വെള്ളം താന്ന്. അല്ല ദിനോ? പനിച്ചിട്ട് വായ കഴിച്ചിട്ടാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, പാകം തോന്നുന്നു. അച്ചാർ ഇതിലിടണോ അല്ലെങ്കിൽ ഇതിലിങ്ങനെ വെക്കാം? ഇത് കുടിച്ച് നോക്ക്. ഇതിങ്ങനെ വെച്ചിട്ട് എടുത്ത് കുടിച്ച് നോക്ക്. കുടിക്കാൻ പറ്റുന്നുണ്ടോ മനു? ഇല്ല? ഉപ്പിടണോ? കുറച്ചും കൂടെ വേണോ? ഓക്കെ. ഇല്ല? മനുവിൻ്റെ പനി മാറിയിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു വോമിറ്റിങ്ങിൻ്റെ ഒരു ഇതൊക്കെ ഉള്ളതുകൊണ്ടൊന്ന് ഡോക്ടറെ അടുത്ത് പോവാണ്. അല്ലേടാ? അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. നല്ല ടയേർഡാണ്. റെസ്റ്റ് എടുക്കണം. മനുവിനോട് നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ ദിനോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, ഇത് വൈറൽ ഫീവറാണ്, ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ക്ഷീണം മാറിയില്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞിട്ട് ഇനി ഹോസ്പിറ്റലിൽ പോകണം. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ ആവാൻ, പെട്ടെന്ന് ശരിയാവാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇത്രേ വീഡിയോ എടുക്കാനാവുന്നുള്ളൂ, ഇനി വയ്യ. അപ്പോൾ ഇനി ഇത് വീഡിയോ വൈൻഡപ്പ് അല്ലേ, പറ്റുന്നില്ല. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നല്ല വിശേഷങ്ങൾ, നല്ല എനർജി ആയിട്ട് പറയാൻ പറ്റുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട്. സത്യം പറയാലോ, ആ കോഴി ഈ വീട്ടിലല്ല. ആ കോഴിക്ക് എന്നോട് എന്തോ ഒരു ദേഷ്യം ഉണ്ട്. ഞാൻ എപ്പോൾ വീഡിയോ എടുക്കുന്നു അപ്പോൾ അതിൻ്റെ കൂവൽ ആ വീഡിയോയിലുണ്ടാവും. എല്ലാ വീഡിയോയും എടുത്ത് നോക്കിയാൽ അറിയാം, അതിനകത്ത് എന്തായാലും അതിൻ്റെ കൂവലുണ്ടാവും. എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ എന്ത് ചെയ്തിട്ടാ എൻ്റെ പൊന്നു കോഴിയെ എന്നോട് ഇങ്ങനെ രാവിലെ ആയാൽ കൂവണം. അതെ. ഓക്കെ, ബൈ ബൈ.